ദുബായ് യാത്രയുടെ 5-ാം ദിവസം. യാത്ര ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 1:30 മണിക്കാണ് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ അല്പസ്വല്പം ഷോപ്പിംഗ്, മുട്ടായിയും കീ ചെയിനും മറ്റ് ചില മെമ്മറോബ്ലിയ എന്ന് വേണമെങ്കിൽ പറയാം, അതെല്ലാം വാങ്ങിച്ചിട്ടു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അൽ ഐൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നത് മിസ്റ്റർ സിബി സക്കറിയ ഫ്രം ഭോപ്പാൽ. സിബി സക്കറിയ എൻ്റെ 2ാമത്തെ മാവിയുടെ മൂത്ത മകനാണ്. അവർ ഭോപ്പാലിൽ സെറ്റിൽഡാണ്. സിബിയുടെ വൈഫ് ബീന, ഒരു മകൻ ഐസക്. അവർ ദുബായിൽ 25 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ബിനുവിൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ബിനുവിൻ്റെ കമ്പനിയിലെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ സിബി നോക്കുന്നു. അലൈനിലേക്കുള്ള യാത്ര ദുബായിൽ നിന്നും ആരംഭിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് 4 വരി ഹൈവേയിലൂടെയാണ്. ഒരു വശത്തേക്ക് 4 വരി, അതിൽ ഇടത്തെ 3 വരി കാറുകൾക്ക് മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്നു. 140 km/h വരെ വേഗതയിൽ കാറ് ഓടിക്കാം. ട്രക്കുകൾ ഏറ്റവും വലത്തെ ലൈനിൽ മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. അതിൻ്റെ സ്പീഡ് 80 km/h നിജപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അൽ ജഹീലി ഫോർട്ട്. അബുദാബി ഭരണാധികാരികളുടെ ആദ്യകാല വസതിയാണ് ഇത്. ഇതിനോട് ചേർന്ന് തന്നെ അവർ പുതിയ ഭവനം നിർമ്മിച്ച് താമസം അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഇത് സന്ദർശകർക്ക് അവരുടെ ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു കേന്ദ്രമായി ഉപയോഗിക്കുന്നു. ഇവിടെ സന്ദർശക ഗാലറിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവരുടെ പരമ്പരാഗതമായ ചായയും അതിന് മധുരത്തിനായി ഈന്തപ്പഴവും ഇവിടെ ഫ്രീ ആയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ആ കപ്പിന് കോട്ടയുടെ നടുത്തളത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്തായി ഒരു കാവൽ ഗോപുരം ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. ആളുകൾക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സാണ് എന്ന് തോന്നുന്നു. ആ ഭാഗത്തായിട്ട് നല്ല ശാന്ത സുന്ദരമായ ഒരു പ്രദേശം. ദുബായിയുടെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ആളുകൾ വന്ന് ആസ്വദിക്കുന്നു. ഭക്ഷണം പാചകം ചെയ്യുന്ന അടുപ്പാണെന്ന് തോന്നുന്നു. നമ്മളുടെ അടുത്ത യാത്ര അലൈനിലെ മലനിരകളിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചൂടുവെള്ളം ഭൂമിയുടെ അടിയിൽ നിന്നും പുറപ്പെട്ട് ഒരു ഉറവയായി വരുന്നുണ്ട്. അത് ആസ്വദിക്കുക. അതിനുശേഷം ഈ കാണുന്ന കുന്നിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഡ്രൈവ് ചെയ്ത് സന്ധ്യ വരെ ചെലവഴിച്ച് അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി നഗരഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻ മുബസ്സറ എന്ന് പറയുന്ന ഒരു പാർക്കിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചൂട് നീരുറവ ഈ കാണുന്ന മലയുടെ അടിവാരത്തിൽ നിന്നും പുറപ്പെട്ട് വരുന്നുണ്ട്. അതിനെ ഇവിടുത്തെ ഭരണാധികാരികൾ ചെറിയ ഒരു കനാലിലൂടെ ഇങ്ങനെ ഒഴുക്കി വിട്ടിരിക്കുകയാണ്. അത് കാരണം ഒത്തിരിയും പേർക്ക് അത് ആസ്വദിക്കാൻ, ചൂടുവെള്ളം ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. ഇതിനോട് ചേർന്ന് സന്ധ്യ മയങ്ങിയപ്പോൾ ആളുകൾ കുടുംബമായി വന്ന് പിക്നിക്ക്
സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വൈകിട്ട് ഇവിടെ തന്നെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിച്ച് സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോകും. നീരുറവയിലിറങ്ങി നല്ല ചൂട് ആസ്വദിക്കുകയാണ്. ആളുകൾ അധികം ആരും ഇറങ്ങി കാണുന്നില്ല, ഇനിയും വരാൻ പോകുന്നേ ഉള്ളായിരിക്കും. ഏതായാലും ഞങ്ങൾക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. ജബൽ ഹഫീദ് നാഷണൽ പാർക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മലകയറ്റം തുടങ്ങി അതിൽ വാഹനമെല്ലാം നിർത്താൻ ക്രമീകരിച്ചിരിക്കുന്ന ആദ്യത്തെ സ്ഥലത്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് മുൻപിലായി അലൈൻ നഗരം മനോഹരമായി കാണാം. രാത്രിയിൽ നക്ഷത്രങ്ങളും ലൈറ്റെല്ലാം കത്തിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ മനോഹരമാകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അലൈൻ നഗരം രാത്രിയിൽ ലൈറ്റുകളാൽ അലങ്കൃതമായ നഗരം.